സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പണ്ഡിതനായിരുന്നു ചെമ്പൈക്ക CM ഉസ്താദ്. ഇവര് ഓരോ വോട്ടിന്റെ സമയത്ത്, ഇലക്ഷന്റെ സമയത്ത്, അല്ലെങ്കിൽ തലേ ദിവസം ശുക്കൂറിനെ കൊന്നവർക്ക് വോട്ട് കൊടുക്കണ, റിയാസ് മൗലവിയുടെ കൊലപാളികൾക്ക് വോട്ട് കൊടുക്കണ, KM ബഷീറിന്റെ കൊലപാളികൾക്ക് വോട്ട് കൊടുക്കണ എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഇവരിങ്ങനെ വോട്ടിന്റെ തലേ ദിവസം ഇവരിങ്ങനെ എണ്ണിപ്പെറുക്കണ കാണാം. എന്നാൽ ചെമ്പൈക്ക CM അബ്ദുള്ള മുസ്ലിയാരെ കൊന്നവർക്ക് വോട്ട് കൊടുക്കണം എന്നൊരു വാക്ക് പറയാൻ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന പണ്ഡിതനായിരുന്നു. DYFIക്കാരനോ അരിവാൾ സുന്നി അല്ലായിരുന്നു മൂപ്പര്. അയാളുടെ വേർപാട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം അനാസ്ഥകളാണ്. അയാളുടെ പേരക്കുട്ടികളടക്കം ഞങ്ങളെ വല്യപ്പാനെ ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോയതാണ് എന്ന്, ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചു കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അത് ആത്മഹത്യയാണെന്ന് എഴുതി വെച്ചപ്പോ അത് വിശ്വസിച്ച് നടക്കുന്ന പൊട്ടന്മാരല്ലേ വിറ്റുകള്. ആ ഉസ്താദിന്റെ ഉസ്താദിനെ എന്താണ് ഇല്ലാതാക്കിയിട്ട് അതേ ഉസ്താദിന്റെ അവസ്ഥ ജിഫ്രി തങ്ങൾക്ക് വരുമെന്ന് ദുബായിൽ വെച്ചിട്ട് ജിഫ്രി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ എന്താണ് ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ എന്തെങ്കിലും നിലപാടെടുക്കാൻ ഇവർക്കാർക്കെങ്കിലും കഴിഞ്ഞാ? ഇല്ല. അപ്പൊ ബാക്കി എതിർത്ത വിഭാഗത്തെ ഇവര് പലവും കൊന്നു നുറുക്കിയിട്ടും തല്ലി കൊന്നിട്ടും മദ്രസയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുള്ള അക്രമങ്ങൾ ഒരുപാട് എന്തെല്ലാം തമ്മാഴി തരുന്നത് ചെയ്തു കൂട്ടിയുന്നത്. അത് ഇപ്പൊ അടുത്ത കാലത്താണ് മൊയ്നലി തങ്ങളെ പച്ചക്ക് കൂട്ടി വിളിച്ചത് റാഫി. ആ റാഫി അത് വീട്ടിൽ വിളിച്ചതല്ല, വിളിച്ച റാഫിനെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വിളിച്ചിട്ട് ഇങ്ങളാ പറഞ്ഞതാ, തങ്ങൾ എന്തെങ്കിലും വിവരമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് അത് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് തടസ്സപ്പെടുത്തിയത് നന്നായി എന്നാ പറഞ്ഞത്. അത് ഇപ്പൊ ഞാൻ താഴെ വിട്ടു, അത് വേറെ വിഷയം. ഇവര് എവിടെയാണ് തങ്ങന്മാരെ ഈ പറയപ്പെട്ട ലീഗര് വെറുതെ വിട്ടിട്ടുള്ളത്? പൂക്കോയ തങ്ങളെ പാവാട തങ്ങൾ എന്നല്ല വിളിച്ചത്. ബാഫക്കി തങ്ങൾ പാപ്പാക്ക് പന്നിമാംസം വളമുന്ന കാർട്ടൂൺ വരച്ച് ചന്ദ്രിക പേപ്പറിൽ പ്രസിദ്ധീകരിച്ചില്ലേ? ലീഗാണെങ്കിൽ മൗലാന, ലീഗ് അല്ലെങ്കിൽ അടങ്കോട, ശംസുലുലമ EK ഉസ്താദിനെ ഇവര് വിളിച്ച്. ആ വിളിച്ച കാലത്ത് ശംസുലുലമയെ വിളിച്ച കാലത്ത് അന്ന് എതിർക്കാൻ ആളില്ല, ഒക്കെ ലീഗാണ്. നമ്മളും ലീഗാണ്, നമ്മുടെ കുടുംബവും ലീഗാറിന്റെ കൂട്ടത്തിൽ എല്ലാവരും ലീഗായിരുന്നു. പിന്നീട് 88-ന് ശേഷമാണ് ഇതൊക്കെ കുറേശ്ശെ പ്രതികരിക്കൽ തുടങ്ങിയത്. അത് ഇവര് തിരിച്ചറിഞ്ഞ് അന്ന് മുതലാണ് ഇവര് ഒരു വിഭാഗത്തോടുള്ള വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തൽ തുടങ്ങിയത്. പിന്നെ അതിന്റെ ശേഷം ഇവര് എവിടെ വിട്ടിട്ടുള്ളത്? ഈ പാണക്കാട്ട് ശിഹാബ് തങ്ങൾ ഉപ്പാപ്പ വഫാത്താവുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തുങ്ങാണ്ട് അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചില്ല, കാഫറിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് 2 രൂപയുടെ 3 രൂപയുടെ നൂലും വെള്ളത്ത് തുപ്പിക്കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറഞ്ഞിട്ട്. അന്നൊന്നും ഇവർക്ക് ഈ തങ്ങന്മാരോട് ഈ വഹാബികൾ കണ്ടത്ത് പേക്കൂത്ത് മുഴുവനും പാണക്കാട്ട തങ്ങന്മാരെ പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും ഒരു പേക്കൂത്ത് ഒരു ബേജാറും ഇല്ലല്ല. എന്തെല്ലാം പേക്കൂത്ത് വിളിച്ചു പറഞ്ഞു, എവിടുത്തെ തങ്ങള്, എന്ത് തങ്ങള്, സമൃദ്ധമായിട്ടുള്ള താടിരോമങ്ങൾ, എന്താ പുഞ്ചപ്പാടത്ത് നെല്ലുണ്ടാക്കിയല്ല താടിരോമം ഇങ്ങനെ വളരാന് പഠിച്ചോൻ കൊടുക്കണതാണുള്ളവർക്ക് വളരും, അല്ലാത്തൊരു ഉള്ള കുറ്റിത്താടിയേറ്റ് നടക്കുന്നല്ലാണ്ട്. അങ്ങനെയല്ലേ ചില മൂല്യന്മാരൊക്കെ ഉസ്താദന്മാരൊക്കെ കാണാം, അവർക്ക് താടി ഉണ്ടാവില്ല, ആളെ മൂലക്ക് 4 ഉരുണ്ടാവും, 4 മണി ഉണ്ടാവും, ആയിട്ട് നടക്കല്ല, ഒരു ഭാഗമില്ല, പഠിച്ചോൻ കൊടുക്കണത്. എന്ന പോലെ പാണക്കാട്ട തങ്ങന്മാർക്ക് താടി ഇല്ലാച്ചിട്ട് ആ താടി രോമങ്ങളെ പോലും പരിഹസിച്ചില്ലേ? അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞു തരുന്ന ഇവർക്ക് ഇത് ലീഗിനെ ഇങ്ങനെ സൂചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ തങ്ങള് കുടുംബത്തോടുള്ള ആ ബഹുമാനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തേക്കണം. അത് ബാക്കില് ശുദ്ധ കാപഡ്യാണ്. ഇപ്പൊ സുപ്രഭാതം അതായത് എന്താണ്, അത് സമസ്തന്റെ ഒരു സംവിധാനമാണ്. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാ? മാർക്സിസ്റ്റുകാരാണോ? APക്കാരാണോ? മുജാഹിദീങ്ങളാണോ? ആരുമല്ല. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ലീഗേരായ ആളുകളാണ്. ഞാൻ ലീഗേരനാണ്, ഞാൻ മുറിഞ്ഞ ലീഗേരനാണ്, ഇപ്പോഴും ലീഗേരനാണ്, അപ്പോഴും ലീഗേരനാണ്. നമുക്കറിയില്ല നമ്മളെ സഹപ്രവർത്തകരും നേതാക്കന്മാരും കാഴ്ചപ്പാട് എന്താന്നുള്ളത്. ഓരോ പഞ്ചായത്തിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ആഹ്വാനങ്ങൾ നമുക്കറിയാം. അത് പരിഹാരമാകരുത്, അത് ഉത്തരവാദിത്തപ്പെട്ട, ഇനി പേര് തന്നെ പറയാം, പാണക്കാട്ട് നിന്ന് വരെ റഷീദ് അലി തങ്ങൾ വരെ പറഞ്ഞില്ലേ, അത് പോരാ. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി ചോദിക്കട്ടെ. ഈ പാണ്ടിക്കുഞ്ഞാലി അറിഞ്ഞ പാണ്ഡ്യാമാക്കാന്റെ ചെറുക്കം, ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, ഓന് സമസ്തയിൽ എന്താ ബന്ധം? അയാൾ സമസ്തന്റെ എന്തെങ്കിലും പദവികളോ വയ്ക്കുന്നുണ്ട്? എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ ഇന്നലെ കാര്യമായിട്ടൊരു യോഗം നടക്കുകയാണ്. ഈ മെയിൻ ആയിട്ടുള്ളത് ആരാണെന്ന് ജിഫ്രി തങ്ങൾ, ഒന്ന് പാണക്കാട് സാദിഖ് സാഹിബ്, ഈ പാണ്ടിക്കുഞ്ഞാലി. സാദിഖ് സാഹിബും ജിഫ്രി തങ്ങളും ഒക്കെ സമസ്തന്റെ നേതാക്കന്മാരാണ്, ലീഗിന്റെയും നേതാക്കന്മാരാണ്. നേരെ മറിച്ച് കുഞ്ഞാലി വെറും ലീഗിന്റെ സ്ഥാനം മാത്രമല്ലേ വഹിക്കുള്ളൂ. ഇതെത്താ പൊന്നു കൊടുത്ത് എത്താ പൂച്ചക്ക് എന്ന് പറഞ്ഞാൽ ഇതെത്താ അയാൾക്ക് അവിടെ? അത് പറഞ്ഞു തരുങ്ങള്.
ഫുലാൻ, നിങ്ങൾ ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ടത്, നിങ്ങൾ ചിലപ്പോൾ ഇത് 100% അംഗീകരിച്ചിട്ട് കൊണ്ടുവന്നിട്ടതായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഇതുപോലത്തെ ഉള്ളതായ വികൃതി തരങ്ങളും വായാടി തരങ്ങളും കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് ഇട്ടതാകാം. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഈ പാണക്കാട് തങ്ങൾ, ഇന്നത്തെ ഹൈദരലി മറ്റേ സാദിഖ് അലി തങ്ങൾ കാലിയാകാൻ യോഗ്യതയല്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് വലിയൊരു അപരാധമായിട്ട് പറയുന്നത്. ശരിയല്ലേ? ഇന്നത്തെ നമ്മുടെ കേരളീയ പണ്ഡിത പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ സാദിഖ് അലി തങ്ങളെ പോലെയുള്ളതായ ഇൽമിന്റെ മേഖലകളിൽ നൈപുണ്യം തെളിയിക്കാത്ത അദ്ദേഹത്തിന് കാലിയാകാൻ യോഗ്യതയില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് ആകാനുള്ളതായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലറൂറത്തിന്റെ കാലി എന്ന് പറയുന്ന ഒന്നാണ്. ഈ ലറൂറത്തിന്റെ കാലി എന്നുള്ളത് വരുന്നത് എപ്പോഴാ? ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള പണ്ഡിതന്മാർ ഇല്ലാതെ വരുമ്പോൾ, ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള പണ്ഡിതന്മാർ ഇല്ലാതെ വരുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള അമീറന്മാരോ അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരെയോ ഒക്കെ പിടിച്ച് കാലിയാക്കുന്നത്. അപ്പോൾ ആ കാലിക്ക് മറ്റൊരു ഷർത്തുണ്ട്, മറ്റൊരു ബാധ്യതയുണ്ട്. അദ്ദേഹം മതപരമായ വിവരം പറയണമെങ്കിൽ എന്ത് വേണം? പണ്ഡിതോചിതമായ പണ്ഡിതന്മാരിൽ നിന്നുള്ളതായ ഉപദേശം സ്വീകരിച്ചിട്ടേ പറയാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചർച്ച അതല്ല. ഇദ്ദേഹം കാളിയായിരിക്കുന്നത് എവിടെയാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വലിയ പ്രാമുഖ്യമുള്ള, വലിയ അംഗീകാരമുള്ള മഹലിന്റെ പരിധിയിൽ മാത്രമാണല്ലോ ഇദ്ദേഹത്തിന് കാളി സ്ഥാനമുള്ളത്. അല്ലാതെ അപ്പുറത്തെ സമസ്തയായ AP വിഭാഗത്തിന്റെ പ്രാതിനിധ്യമുള്ള മേഖലകളിലൊന്നും ഇദ്ദേഹം കാളിയല്ല. അതുപോലെ തന്നെ തെക്കൻ കേരളത്തേക്ക് നടന്നാൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളും അവർക്ക് മേൽക്കൊയ്യുള്ള മേഖലകളിലും ഇദ്ദേഹം കാളിയല്ല. അവിടെ ഒട്ടുമുക്കാല് മഹല്ലുകളിൽ കാളിയേ ഇല്ല. എന്നിട്ട് പോലും, അവിടെ കാളി ഇല്ലാതിരുന്നിട്ട് പോലും ഇദ്ദേഹം ഒന്നും അവിടെ കാളി അല്ല. അതുപോലെ തന്നെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മറ്റേ മമ്പാട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ പോകുന്ന ആ സംഘടനയുടെ കീഴിൽ അവർക്ക് പ്രാമുഖ്യമുള്ള, അവർക്ക് മേൽക്കൊയ്യുള്ള മഹല്ലിന്റെ പരിധിയിലും എന്തില്ല, ഇദ്ദേഹത്തിന് കാളി സ്ഥാനമില്ല. പിന്നെ എവിടെയുള്ളൂ? സമസ്തക്ക് അംഗീകാരമുള്ള മേഖലകളിൽ മാത്രം, സമസ്തക്കാർ കൂടുതലുള്ള മഹല്ലുകളിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് കാളി സ്ഥാനമുള്ളത്. ഇവിടെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈ സമസ്തയ്ക്ക് അംഗീകാരമുള്ള മഹല്ലിന്റെ പരിധിയിലുള്ള മഹല്ലുകൾ, ആ മഹല്ലിലെ ആളുകൾക്ക് തൃപ്തികരമായ അംഗീകാരമുള്ള പണ്ഡിതന്മാരാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ ഇല്ലേ? സമസ്തയുടെ മുഷാവറയിലുള്ള പണ്ഡിതന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റവാക്കി പറഞ്ഞാൽ 4 മദ്ഹബിനും ഒരേ സമയം ഫത്വ കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള തികഞ്ഞ ആലിമീങ്ങളാകണം എന്നുള്ളതാണ് ഷർത്ത്. അതായത് ഓൾറെഡി മദ്രസ മുഅല്ലിമീങ്ങളോ അതല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് ഒരു വാദം പറഞ്ഞു നടക്കുന്ന ആളുകളെ അന്ന് ആക്കാൻ പാടില്ല. ശരിക്കും അവിടെ ഒരു മുദ്രീസ്, അതായത് കിതാബ് മുത്താല ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല തികഞ്ഞ പണ്ഡിതന്മാരെയാണ്, ഇൽമുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളെയാണ് മുഷാവറയിൽ എടുക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതിലൊന്നും സംശയമില്ല. അങ്ങനെയുള്ള തികഞ്ഞ പണ്ഡിതന്മാർ 40 എണ്ണം അവിടെ അകത്തുണ്ട്. ഇനി അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദേഹാസുസം ഇടപെട്ടാൽ ഉടനെ ചെന്ന് ആ ഗ്യാപ്പ് പകർത്താൻ പറ്റുന്ന ഇൽമുള്ളവർ 40 അല്ല 400 4000 ഇവിടെ പുറത്തു നിൽപ്പുണ്ട്. ഇത്രത്തോളം ബൃഹത്തായ പണ്ഡിതന്മാരുള്ള ഒരു സഭയ്ക്ക് എന്തിനാണ് ഈ പണ്ഡിതനല്ലാത്ത ഒരാളെ പിടിച്ച് ഇങ്ങനെ ആക്കണം എന്ന് വാശി പിടിക്കുന്നത്?